ഓർഡിനറി ബസ്സുകൾ നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക്. എന്തുകൊണ്ടാണ് ഈ മറുനാടൻ മലയാളി ഇങ്ങനെ ഈ ഒരു ഗവൺമെന്റിനെതിരെ, അതും VD സതീശൻ ഗവൺമെന്റിനെതിരെ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഒരു സ്റ്റൈലാണോ ഇത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം പിണറായി ഭരിക്കുന്ന സമയത്ത് പിണറായിക്കെതിരായിരുന്നു ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും. അന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് VD സതീശനായിരുന്നു. ഇപ്പോഴത്തെ VD സതീശ മേനോനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ VD സതീശ മേനോനെതിരെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ചില പോസ്റ്റുകളൊക്കെ കാണുന്നത്. ഇന്നാണ് പ്രിയദർശിനി ഫ്രീ യാത്ര. നല്ല കാര്യം തന്നെയാണ്, അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. സ്ത്രീകൾക്ക് മാത്രമല്ല, കേരളത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാം എല്ലാ വിഭാഗം മനുഷ്യർക്കും ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ, ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കണമെന്നൊക്കെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെ. ഒരുപാട് പണം സേവ് ചെയ്യാനൊക്കെ അതിന് സാധിക്കും. എന്തായാലും ഇപ്പം നടക്കുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മറുനാടൻ മലയാളി കൊടുത്തിരിക്കുന്ന വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ KSRTCയുടെ പ്രിയദർശിനി യാത്ര നടക്കുന്നത് ഓർഡിനറി ബസ്സിൽ മാത്രമാണ്. അപ്പോൾ ഏകദേശം തിരുവനന്തപുരത്ത് മറ്റൊക്കെ ഒരുപാട് ഓർഡിനറി ബസ്സുകളുണ്ട്. അപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് ഇപ്പോൾ ഫ്രീ യാത്ര. അതും വെറും 100 ദിവസത്തേക്കുള്ള ഒരു പരീക്ഷണ ഓട്ടമാണ്. ആ 100 ദിവസം കഴിഞ്ഞാൽ KSRTCക്ക് ഇത് വൻ നഷ്ടമാണ് എങ്കിൽ ഈ പരിപാടി നിർത്തും. എന്തായാലും വന്നതല്ലേ അല്ലെങ്കിൽ പറഞ്ഞതല്ലേ എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഇതങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ഇനിയിപ്പോൾ നിർത്തിയാൽ തന്നെയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകില്ല. കാരണം ഇത് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് ആണ്, അവരിങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്ന രീതിയിലൊരു ആശ്വാസം കൊള്ളിലേക്ക് ജനങ്ങളൊക്കെ മാറുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ പല ആൾക്കാരും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിന് വൻ നഷ്ടം ഉണ്ടാവില്ലേ, KSRTCക്ക് വൻ നഷ്ടം ഉണ്ടാവില്ലേ എന്നൊക്കെ വേദനിക്കുന്നത് കണ്ടു. ഇത്തരം വേദനകളൊന്നും പലപ്പോഴും പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. ചില നിർമ്മിതികളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ഇപ്പൊ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന രീതിയിൽ മറുനാടൻ മലയാളിയാണ്, ഞാനല്ല കേട്ടോ, മറുനാടൻ മലയാളി ഇട്ടൊരു വീഡിയോ ഇങ്ങനെയാണ്. ഈ തിരുവനന്തപുരത്ത് ഒരുപാട് ഓർഡിനറി ബസ്സുകളുണ്ട്. ഒരു 10 ഓർഡിനറി ബസ് ഉണ്ടെങ്കിൽ അതിലത്തെ 9 എണ്ണം ഇപ്പോൾ അവർ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്നൊരു പുതിയ പേര് കൊടുത്ത് ഓടിപ്പിക്കുകയാണ്. സിറ്റി ഫാസ്റ്റ് എന്നാണ് ആക്കി അവരതിനെ മാറ്റുന്നത്. അപ്പോൾ സിറ്റി ഫാസ്റ്റ് എന്നാക്കി മാറ്റിയാൽ അതിൽ ഫ്രീ ഇല്ല. അപ്പോൾ ഒരു 10 എണ്ണത്തിൽ 10 KSRTCയിൽ സ്ത്രീകൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഒറ്റ KSRTCയിലേക്ക് മാറുകയാണ്. കാരണം 10 എണ്ണത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് വൻ നഷ്ടമായിരിക്കും നമ്മുടെ KSRTCക്ക് ഉണ്ടാവുകയെന്ന് ഗവൺമെന്റ് നല്ലം പോലെ അറിയാം. അപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിക്കലാണ്, അതിഗംഭീര പറ്റിക്കലാണ്. കണ്ടുനോക്ക്. കാണുവാൻ സാധിക്കുന്നത്, നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് പല ബസ്സുകളിലും, അതായത് ഈ ഇലക്ട്രിക് ബസ്സുകളിൽ ഉൾപ്പെടെ ഈ KSRTCയിൽ നിന്നും അവർ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു. അതായത് ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഇതുവരെ നമ്മൾ തലസ്ഥാനത്ത് ഇതുവരെ കാണാത്ത നിരവധി സിറ്റി ഫാസ്റ്റുകൾ. അതായത് ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിലെ ആ ഒരു ഓർഡിനറി ബസ്സുകളുടെ ഒരു വലിയ ബാഹുല്യം ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യണം, എത്രത്തോളം ബസ്സുകളിൽ സഞ്ചരിച്ചിരുന്നു. ഇതിന് ഒരു ഉത്തരം പറയാൻ കഴിയുക, അതായത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ ആരോപണത്തിന്, മറുനാട് ഉന്നയിക്കുന്ന ആരോപണത്തിന് ഉത്തരം പറയാൻ കഴിയുക ജനങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആണ് ഇനി പറയേണ്ടത്, നിങ്ങൾ ഇന്നലെ വരെ സഞ്ചരിച്ച ബസ് ഓർഡിനറി ആയിരുന്നു, ഇന്നത് സിറ്റി ഫാസ്റ്റ് എന്നുള്ള പേരിലാണ് ഓടുന്നത്. അങ്ങനത്തെ ഒരു മാറ്റം, ഒരുപക്ഷെ പണമൊക്കെ പഴയതുപോലെ തന്നെ ആയിരിക്കും, പണം എന്താ പറയുക, യാത്ര കൂലിയൊക്കെ പഴയ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ബസ്സിന്റെ പേര് മാറ്റിയോ എന്നുള്ള കാര്യം ഉത്തരം പറയേണ്ടത് അവിടെ യാത്ര ചെയ്യുന്ന ജനങ്ങളാണ്. എന്തായാലും വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 10ൽ 9 സിറ്റി ഫാസ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളായി ഉള്ളത് എന്നാണ്. നാളെയാണ് പ്രിയദർശിനി ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇതിന് തൊട്ട് തലേ ദിവസമാണ് ഇത്തരത്തിൽ നിരവധി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റാൻ നിലവിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇതിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭയങ്കര രസകരമുള്ള കാര്യമാണ്. കാരണം എത്ര ഈസി ആയിട്ടാണ്, എത്ര രസകരമായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ്
VD സതീശൻ മേനോൻ ജനങ്ങളെ പറ്റിക്കുന്നു എന്നൊക്കെ നമ്മളപ്പോൾ അതിന് പറയേണ്ടി വരും. ഇനി അതല്ല, ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ ചാനലിൽ അവർ കൊടുത്ത വാർത്ത തെറ്റാണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കും വേണം. കാരണം ഒരിക്കലും നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നൊരു നല്ല പദ്ധതിയെ അതിനിങ്ങനെ തകർക്കുന്ന രീതിയിൽ ഇത്തരം വാർത്തകളൊന്നും മെനഞ്ഞുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ രണ്ടുപേരെ ഉത്തരം പറഞ്ഞ, ഒന്ന് ഗവൺമെൻറ്റും രണ്ടാമത് ജനങ്ങളും. കാരണം തലേ ദിവസം വരെ സഞ്ചരിച്ച ഓർഡിനറി ബസ്സാണെങ്കിൽ അവർക്കത് അറിയാം. ഞാൻ ഇന്നലെ വരെ ഈ ഒരു നമ്പർ ബസ് അത് ഓർഡിനറി ആയിരുന്നു, ഇതിപ്പോൾ എങ്ങനെയാണ് അതിപ്പോൾ സിറ്റി ഫാസ്റ്റായേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ബാക്കി ഇവന്റെ വർത്താനം കേൾക്കാം. ഇവിടെ നിന്നും വ്യക്തമാകുന്നത് 10ൽ 1 or 2 ബസ്സുകൾ മാത്രമേ ഓർഡിനറി ആയിട്ടുള്ളൂ. അതായത് മുൻപ് ഓർഡിനറി ആയി ഓടിക്കൊണ്ടിരുന്ന പല ബസ്സുകളും, അതായത് 100ൽ 98 ബസ്സുകളിലും നിലവിലിപ്പോൾ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. നാളെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന വേളയിലാണ് അതിനാടകീയമായ നീക്കങ്ങൾ തലസ്ഥാനത്ത് ഉൾപ്പെടെ നടക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ ഉദ്ദേശിക്കുന്ന എന്തായാലും അതൊരു ഗംഭീര പദ്ധതിയാണ്. ഇപ്പോൾ രണ്ടുപേരും നടത്തുന്ന ഗംഭീര പദ്ധതിയാണ്. ഗവൺമെന്റ് പ്രിയദർശിനി എന്ന് പറയുന്ന യാത്ര ഒരുക്കുന്നു. ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഞാനൊരു മലപ്പുറത്തുകാരനാണ്. ഞങ്ങൾ വളരെ നിർഭാഗ്യവന്മാരാണ്. ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ വരെ നിർഭാഗ്യവന്മാരാണ്. ഓർഡിനറി ബസ് ഇല്ല, മലപ്പുറത്ത് ഓർഡിനറി ബസ്സിൽ ഓടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊരു ഓർഡിനറി ബസ് ഇവിടെ രൂപാന്തരം പ്രാപിക്കുമോ? ഇപ്പോൾ പല ഓർഡിനറി ബസ്സും സിറ്റി ഫാസ്റ്റ് ആയി എന്ന് ഇവർ പറയുന്ന പോലെ ഇവിടുത്തെ ചില ബസ്സുകളൊക്കെ ഇനി ഓർഡിനറി ബസ്സായിട്ട് രൂപാന്തരം മാറുമോ എന്നുള്ളതൊക്കെ കണ്ടറിയുക തന്നെ വേണം. മലപ്പുറം സ്ത്രീകൾ എങ്ങനെ അവഗണിച്ച് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടുത്തെ സ്ത്രീകൾ എന്താ പുറത്തേക്ക് ഇറങ്ങാത്ത സ്ത്രീകളൊന്നുമല്ല. ഇവിടെ സ്ത്രീകളൊക്കെ അസലായിട്ട് പുറത്തേക്ക് ഇറങ്ങി ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരെ കൂടി പരിഗണിക്കണമെന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്നലെ അവർ ഓടുന്ന ഒരു 10 ബസ്സുകൾ ഓർഡിനറി ഉണ്ടെങ്കിൽ ആ 10 ബസ്സിൽ 9 എണ്ണം സിറ്റി ഫാസ്റ്റിനുള്ള പേര് മാറ്റിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ 10 എണ്ണത്തിലും പോകാൻ പറ്റില്ല, ഒറ്റ ബസ്സിലേ പോകാൻ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പടപ്പ് പറ്റിക്കലാണ്. ഇതൊക്കെ ഭയങ്കര മോശമാണ് ഏട്ടാ. ബൈ.